ടാൻജൻസ് ആൻഡ് ദ കോഡ്. ഞാണും തൊടുവരകളും തമ്മിലുള്ള കോണുകൾ. നമ്മൾ തൊട്ടു മുമ്പ് റിസൾട്ട് 4 ഡിസ്കസ് ചെയ്തത് ആംഗിൾ ബിറ്റ്വീൻ ദ റേഡി ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻസ് തമ്മിലുള്ള റിലേഷനായിരുന്നു. ആരങ്ങൾക്കിടയിലുള്ള കോണും തൊടുവരകൾ ചേരുന്ന ഭാഗത്തെ കോണും തമ്മിലുള്ള ബന്ധമായിരുന്നു നമ്മൾ റിസൾട്ട് 4 കണ്ടത്. ആ രണ്ട് ആംഗിൾസും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണമെന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാൻജന്റും തൊടുവരയും കോഡും ഞാണും തമ്മിലുള്ള കോണുകളെ കുറിച്ചാണ്. ഇവിടെ നമുക്ക് 3 കേസസ് ഡിസ്കസ് ചെയ്യണം. ആദ്യത്തെ കേസ് നോക്കാം. കേസ് 1. ഗിവൺ central angle at the major part of the circle by a chord. വൃത്തത്തിലെ വലിയ ഭാഗത്ത് ഞാണുണ്ടാക്കുന്ന കേന്ദ്രകോൺ തന്നാൽ. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതാണ്. നമുക്കൊരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിനകത്ത് ഒരു കോഡ് ഉണ്ട്. കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന വരേനെയാണ് നമ്മൾ ഞാൺ അഥവാ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കോഡ് വരയ്ക്കുമ്പോൾ ഈ സർക്കിളിനെ നമ്മൾ 2 ഭാഗങ്ങളാക്കുന്നു. ഇതൊരു വലിയ ഭാഗം കാണാം, ഇതൊരു ചെറിയ ഭാഗം, 2 കഷ്ണങ്ങളാക്കുന്നു. ഓക്കെ, വലിയ ഭാഗത്തെയാണ് നമ്മൾ ലാർജർ പാർട്ട് അഥവാ മേജർ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ചെറിയ ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് സ്മോളർ പാർട്ട് ഓർ മൈനർ സെഗ്മെന്റ്. ഓക്കെ, വലിയ ഭാഗം ചെറിയ ഭാഗം എന്ന് മലയാളത്തിൽ പറയാം. അപ്പൊ നമുക്കിവിടെ ഒരു കോഡ് തന്നിട്ടുണ്ട്. അതേപോലെ ഒരു ടാൻജന്റും അറിയാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം പുറത്ത് ഒരു ബിന്ദുവിൽ നമുക്ക് 2 ടാൻജന്റ്സ് വരയ്ക്കാമെന്ന് അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 2 ടാൻജന്റ്സിന്റെയും പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട്, തൊടുന്ന ബിന്ദുക്കളെ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ കോഡ് വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് മേജർ പാർട്ടിൽ, ഈ ഫസ്റ്റ് കേസിൽ മേജർ പാർട്ടിലെ സെൻട്രൽ ആംഗിൾ തരുന്നു. മേജർ പാർട്ടിലുള്ള കേന്ദ്രകോൺ തരുന്നുവെങ്കിൽ ഈ കോഡും ഈ ടാൻജന്റും മൈനർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് അത് ചെയ്യാം. ഈ ചിത്രം ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ഒരു കോഡ് ഉണ്ട്. കോഡിന് പേര് കൊടുക്കാം AB എന്ന കോഡ്. ഓക്കെ, ആ എയും ബിയും PA PB എന്നീ 2 തൊടുവരകളുടെ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് ആണ്. മേജർ പാർട്ടിലുള്ള സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൈനർ പാർട്ടിൽ, ഇതാണ് മേജർ പാർട്ട്, മൈനർ പാർട്ടിൽ കോഡും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ സാധാരണ എങ്ങനെയാണോ ഒരു ആൻസറിലേക്ക് എത്താൻ പോകുന്നത്, നമുക്കറിയാവുന്ന ഇതുവരെ പഠിച്ച റിസൾട്ടുകൾ വെച്ച് നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. നമുക്കറിയാം ഇത് സെന്റർ ആണ്, OB റേഡിയസ് ആണ്, OAയും റേഡിയസ് ആണ്. സോ ആ 2 സൈഡും ഈക്വൽ ആണ്. ഇവിടെ നിങ്ങൾക്ക് ഗ്രീൻ കളറിൽ ഒരു ട്രയാങ്കിൾ കാണും. ഈ ട്രയാങ്കിളിന്റെ 2 വശങ്ങൾ ഈക്വൽ ആണ്. സോ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും ഈ ട്രയാങ്കിളിൽ. ഓക്കെ, ഇത് 100 ആണെങ്കിൽ ഇത് രണ്ടും എത്ര വീതമായിരിക്കണം? ടോട്ടൽ നമുക്കറിയാം 180 വരണം. ഇത് രണ്ടും ഈക്വലും ആയിരിക്കണം. ഇത് 100 ആണെങ്കിൽ 180 നിന്ന് 100 കുറച്ചാൽ 80 കിട്ടും. 80നെ 2നും കൊടുക്കുക. ഇവിടെ 40, ഇവിടെ 40. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ഈ ചുമന്ന വരയിൽ ഞാൻ മാർക്ക് ചെയ്തതാണ്. ഇനി ഈ 2 ആംഗിൾസും കൂടെ കൂട്ടിയാൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ 2 ആംഗിൾസും, ഈ നീലയും ഈ ചുമപ്പും കൂടെ കൂട്ടുന്ന ആംഗിൾ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജന്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജന്റ് ഈസ് 90 ഡിഗ്രി. അപ്പോൾ ഇത്രയും 40 ആണെങ്കിൽ ഇത് മാത്രം എന്തായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ ഈ ആംഗിളും നമുക്ക് കിട്ടും 50 ഡിഗ്രി. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്നത് സെൻട്രൽ ആംഗിൾ ആണ് 100 ഡിഗ്രി. ഈ 100 ഡിഗ്രിയും ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച 50 ഡിഗ്രിയും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എങ്ങനെ പഠിക്കാം? സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ angle between chord and tangent
in the minor part will be half of central angle. വൃത്തത്തിന്റെ ചെറിയ ഭാഗത്ത് ഞാനും തൊടുവരയും തമ്മിലുണ്ടാക്കുന്ന കോൺ കേന്ദ്രകോണിന്റെ പകുതി ആണ്. ഇത് റിസൾട്ട് 5 നമുക്ക് 3 കേസ് ഉണ്ടെന്ന് പറഞ്ഞു. റിസൾട്ട് 5 ഒന്നാമത്തെ കേസായിട്ട് പഠിക്കാം നമുക്ക്. റിസൾട്ട് 5(1). In a circle, the angle between chord and tangent occurs at the minor part of the circle. മൈനർ പാർട്ടിലുള്ള ആംഗിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. At either end, രണ്ട് ഭാഗത്തും ഒരേ ആംഗിൾ ആയിരിക്കും. is half the central angle of the chord. വൃത്തത്തിലെ ഒരു ഞാണിന്റെ രണ്ടറ്റങ്ങളിലൂടെയുള്ള തൊടുവരകൾ ഞാണുമായി ഉണ്ടാക്കുന്ന കോൺ വൃത്തത്തിന്റെ ചെറിയ ഭാഗത്തുണ്ടാകുന്നത് അത് ഞാണിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ്. അപ്പൊ ഇങ്ങനെ സെന്റൻസ് പഠിക്കണമെന്നില്ല, നമുക്കൊരു ഫിഗർ ഓർത്ത് വെക്കാം. ഇങ്ങനെ ചിത്രം വന്നിട്ടുണ്ടെങ്കിൽ ഒരു കോഡുണ്ട്, പോയിന്റ്സ് ഓഫ് കോണ്ടാക്റ്റുകൾ ജോയിൻ ചെയ്ത കോഡാണ്. സെൻട്രൽ ആംഗിൾ എക്സ് ആണെങ്കിൽ അത് മൈനർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഈ എക്സിന്റെ പകുതി ആയിരിക്കും, ഹാഫ് ഓഫ് എക്സ് ഡിഗ്രി ആയിരിക്കും. ഇതാണ് റിസൾട്ട് 5 ഒന്നാമത്തെ കേസ്. ഇനി നമുക്ക് റിസൾട്ട് 5 രണ്ടാമത്തെ കേസ് എന്താണെന്ന് നോക്കാം. കേസ് 2, given angle in the major part, that means larger part of the circle by the chord. വൃത്തത്തിന്റെ വലിയ ഭാഗത്ത് ഞാൻ ഉണ്ടാക്കുന്ന കോൺ തന്നാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, നമുക്കൊരു കോഡുണ്ട്. ഈ കോഡ് സർക്കിളിനെ രണ്ട് ഭാഗങ്ങളാക്കുന്നു. ഒന്ന് മേജർ പാർട്ട്, ഈ ചെറുത് മൈനർ പാർട്ട്. അതിൽ വലിയ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ മേജർ പാർട്ടില് ഈ കോഡ് ഉണ്ടാക്കുന്ന ആംഗിള് തരും. ഇത് എത്രയാണ് നമുക്ക് തരും. അങ്ങനെയാണെങ്കിൽ ഈ കോഡും ഈ കോഡിലൂടെ ഈ കോഡിന്റെ എൻഡ് പോയിന്റ്സിലൂടെ കടന്നു പോകുന്ന ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന വൃത്തത്തിന്റെ മറ്റേ ഭാഗത്ത്, ഇത് മേജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന കോണാണ് തന്നത്. അപ്പോൾ മൈനർ പാർട്ടിൽ ഉണ്ടാക്കുന്ന കോണുകൾ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കറിയാം ഇത് എന്ന് പറയുന്നത് ഇവിടെ ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ പകുതിയാണ് ഈ ആംഗിൾ. ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയാണ്? ഹാഫ് ഓഫ് എക്സ് ആണ്. നമ്മൾ സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. തൊട്ട് മുന്നേ റിസൾട്ട് 1 നമ്മൾ കണ്ടു ഇത് എക്സ് ആണെങ്കിൽ ഇതെന്താണ്? ഹാഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ നമുക്ക് ഇത് മാത്രമാണ് തരുന്നതെങ്കിൽ അതേ ആംഗിൾ തന്നെയായിരിക്കും മൈനർ പാർട്ടില് കോഡും ടാൻജൻസും തമ്മിൽ ഉണ്ടാക്കുക. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഒരു ഫിഗർ ശ്രദ്ധിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് കോഡ്. ഈ കോഡും ടാൻജന്റും തമ്മിലുണ്ടാക്കിയ ആംഗിൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. നമുക്ക് തന്നിരിക്കുന്നത് ഈ കോഡ് സർക്കിളിന്റെ മേജർ പാർട്ടിൽ ഉണ്ടാക്കിയ കോണ് തന്നിട്ടുണ്ട്, ആംഗിൾ തന്നിട്ടുണ്ട് 65 ഡിഗ്രി എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? നമ്മളിപ്പോൾ പഠിച്ചു ഇത് 65 ആണെങ്കിൽ ഇത് രണ്ടും എന്ത് തന്നെയാണ്? 65 തന്നെ ആണ്. സെൻട്രൽ ആംഗിൾ ആണ് തരുന്നതെങ്കിൽ അതിന്റെ പകുതി എടുക്കണം. എന്നാൽ മേജർ പാർട്ടിലെ സർക്കിളിലുള്ള ആംഗിൾ ആണ് തരുന്നതെങ്കിൽ അത് തന്നെയാണ് കോഡും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇൻ ദ മൈനർ പാർട്ട് ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഈ കേസിൽ നമ്മൾ ആംഗിൾ തന്നിരിക്കുന്നത് മേജർ പാർട്ടിലാണ്. തിരിച്ചു തന്നാൽ എന്ത് സംഭവിക്കുന്നു കൂടെ നോക്കിയിട്ട് നമുക്ക് റിസൾട്ടിലേക്ക് പോകാം. കേസ് 3, given angle in the minor part, that means smaller part of the circle by the chord. വൃത്തത്തിന്റെ ചെറിയ ഭാഗത്ത് ഞാൻ ഉണ്ടാക്കുന്ന കോൺ തന്നാൽ ഇവിടെ കാണാം നിങ്ങൾക്ക്, ഇതാണ് കോഡ്. ഓക്കെ, ആ കോഡ് രണ്ട് പാർട്ടാക്കി സർക്കിളിനെ മാറ്റിയിട്ടുണ്ട്. ഇത് മേജർ പാർട്ട്, ഇത് മൈനർ പാർട്ട്. ഈ കോഡ് മൈനർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഇവിടെ തന്നത്. തൊട്ടു മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത മേജർ പാർട്ടിൽ തന്ന ആംഗിൾ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ എതിർവശത്തുള്ള മറ്റേ പാർട്ടിൽ ഉണ്ടാക്കുന്ന കോണ് അതിന് തുല്യമാണ്. ഇവിടെ നമുക്ക് മൈനർ പാർട്ടിലെ ആംഗിൾ തന്നു. മേജർ പാർട്ടിലെ ആംഗിൾസ് എന്തായിരിക്കുമെന്ന് കണ്ടുപിടിക്കണം.
ഈ കോഡ് മൈനർ പാർട്ടിൽ ഉണ്ടാക്കിയ ആംഗിളാണ് 115 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ സെയിം കോഡ് മേജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഈ മേജർ പാർട്ടിലെ ആംഗിളും കൂടെ ഞാൻ വരച്ചപ്പം ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലായി. ഈ ഒരു ക്വാഡ്രിലാറ്ററൽ കാണാം, അതിന്റെ 4 വേർട്ടീസസും സർക്കിളിലാണ്. നമുക്കറിയാം സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 180 കിട്ടണം. ഇത് 115 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 65 ആയിരിക്കും. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ റിസൾട്ടിൽ കണ്ടിരുന്നു, ഇത് 65 ആണെങ്കിൽ മേജർ പാർട്ടിൽ ഉണ്ടാവുന്ന ഈ ആംഗിൾ ഇത്രയും എന്ന് പറയുന്നതും 65 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ചുമന്ന വരയിൽ മാർക്ക് ചെയ്തത് എത്രയാണെന്നാണ് കാണേണ്ടത്. ഇത് 65 ആണെങ്കിൽ ഇത്രയും കൂട്ടിയാൽ 180 കിട്ടണം. ലീനിയർ പെയർ, ഒരു സെമി സർക്കിൾ ആണല്ലോ. അപ്പൊ 180 ഡിഗ്രി ടോട്ടൽ കിട്ടണം. അപ്പോൾ ഇത് എത്രയായിരിക്കണം? 115 ആയിരിക്കണം. അപ്പൊ എന്താ ഇപ്പൊ മനസ്സിലാക്കിയത്? ഇങ്ങനെ ഒരു ടാൻജന്റ്, ഓക്കെ, ഒരു സർക്കിൾ ഉണ്ട്, പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് ജോയിൻ ചെയ്തിട്ട് കോഡ് എടുക്കുന്നു. അതിന്റെ മൈനർ പാർട്ടിൽ ആംഗിൾ തന്നിട്ടുണ്ട് 115 എന്ന്. അപ്പോൾ മേജർ പാർട്ടിൽ കോഡും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളും എന്ത് തന്നെയായിരിക്കും? 115 തന്നെ ആയിരിക്കും. അപ്പൊ മൈനർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആയിക്കോട്ടെ, മേജർ പാർട്ടിലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആയിക്കോട്ടെ, അത് ഓപ്പോസിറ്റ് പാർട്ടിൽ ഉണ്ടാക്കുന്ന കോഡും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളും സെയിം ആയിരിക്കും. ഇത് നമുക്ക് റിസൾട്ട് 5ന്റെ രണ്ടാമത്തെ കേസായിട്ട് പഠിക്കാം. കേസ് 2ഉം കേസ് 3യും ജോയിൻ ചെയ്തിട്ട്, ഇൻ എ സർക്കിൾ the angle which a chord makes with the tangent at one end on any side is equal to the angle which it makes on the part of the circle on the other side. വൃത്തത്തിലെ ഒരു ഞാൻ അതിന്റെ അറ്റത്തുള്ള തൊടുവരയുമായി ഒരു വശത്തുണ്ടാക്കുന്ന കോൺ മറുവശത്തുള്ള വൃത്തഭാഗത്തുണ്ടാക്കുന്ന കോണിന് തുല്യമാണ്. ഈ ചിത്രം ഓർത്തു വെച്ചാൽ മതി നിങ്ങൾ. ഇവിടെ നോക്കുക, മേജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തന്നെയായിരിക്കും കോഡും ടാൻജന്റും മൈനർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇവിടെ കോഡ് മൈനർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തന്നെയാണ് കോഡും ടാൻജന്റും മേജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പൊ ഈ 3 റിസൾട്ടും ഒരുമിച്ച് പഠിക്കുക. സെൻട്രൽ ആംഗിൾ തന്നാൽ, ഏതിന്റെയാണോ സെൻട്രൽ ആംഗിൾ തരുന്നത്, സെൻട്രൽ ആംഗിൾ തന്നാൽ മൈനർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. എന്നാൽ മേജർ പാർട്ടിൽ കോഡ് ഉണ്ടാക്കുന്ന ആംഗിൾ മൈനർ പാർട്ടിൽ കോഡും ടാൻജന്റും ഉണ്ടാക്കുന്ന ആംഗിളും തുല്യമായിരിക്കും. മൈനർ പാർട്ടിൽ കോഡ് ഉണ്ടാക്കുന്ന ആംഗിൾ മേജർ പാർട്ടിൽ കോഡും ടാൻജന്റും ഉണ്ടാക്കുന്ന ആംഗിളിനും തുല്യമായിരിക്കും.